ഇന്ത്യ വീണ്ടും അതിർത്തി കടന്നടിച്ചിരിക്കുന്നു. അതിർത്തി കടന്നൊരു വമ്പൻ ഡ്രോൺ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. 3 ദിവസം മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയാണ്. ഉൾഫ നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ആർമി ക്യാമ്പുകൾ ആക്രമിച്ചിരിക്കുന്നു. ആസാമിലെ ടിൻസുക്കിയയിലുള്ള ക്യാമ്പാണ് ഉൾഫ ആക്രമിച്ചത്. ഉൾഫ എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനയാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട. ഈ ഉൾഫ ആക്രമിച്ചത് ടിൻസുക്കിയയിലെ ആസാം പട്ടാളക്കാരുടെ ആസാം ടിൻസുക്കിയ ക്യാമ്പാണ്. പോരാത്തതിന് 3 നമ്മുടെ പട്ടാളക്കാർക്ക് അവിടെ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പിന്നീട് ഈ ഉൾഫയുടെ ടീം കാണുന്നത് ഇവരുടെ ക്യാമ്പുകൾ നിന്ന് കത്തുന്നതാണ്. ഇൻഡോ മ്യാൻമർ അതിർത്തിയിലുണ്ടായ വലിയ സംഘർഷത്തിൽ അരുണാചൽ പ്രദേശിൻ്റെയും മ്യാൻമറിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരോധന വിമത സംഘടനയായിട്ടുള്ള NSCLK അവരുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് വമ്പൻ ഡ്രോൺ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. ആക്രമണത്തിൽ കുറഞ്ഞത് 5 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 5ഉം തലവന്മാരാണ്, കമാൻഡോമാരാണെന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ഇതിൽ NCSKY ഒരു മുതിർന്ന നേതാവിൻ്റെ 3 അംഗരക്ഷകരടക്കമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മറ്റു പല ആൾക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള ദീർഘകാല ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായവരെ അഭയം നൽകുന്ന ക്യാമ്പുകളാണിത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആക്രമണം നടത്തിയത് ആരാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഉയർന്ന തലത്തിലുള്ള ഇന്റലിജൻസ് ഇൻപുട്ടും വിപുലമായ നിരീക്ഷണ ശേഷിയും സൂചിപ്പിക്കുന്ന തരത്തിൽ വളരെ ഏകോപിതവും കൃത്യതയുമുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ നടന്നത്. ഇന്ത്യ അല്ലാതെ അവിടെ ഓപ്പറേഷൻ നടത്താൻ മറ്റൊരു രാജ്യത്തിന് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അരുണാചൽ പ്രദേശിലെ ചാങ്ലാങ് ജില്ലയിലെ മാൻവോയ്ക്ക് സമീപം അസം റൈഫിൾസിന്റെ കമ്പനി ഓപ്പറേറ്റിംഗ് ബേസിൽ കലാപകാരികൾ ആക്രമണം നടത്തി. ഒക്ടോബർ 16 പുലർച്ചെ നടന്ന ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം നടന്നിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പതിയിരുന്ന് ആക്രമിക്കുന്നതിൽ 2 പേർ പരിക്കേറ്റു. ഇന്ത്യൻ ആർമിയിലെ 2 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അന്ന് NSCNK ഏറ്റെടുത്തു. ഉൾഫ ഇൻഡിപെൻഡന്റിലെ കേഡറുകളുമായി സംയുക്തമായി ഇത് നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഒരു വലിയ കോംബിംഗ് ഓപ്പറേഷൻ ആരംഭിച്ചു. വിമതർ അതിർത്തി കടന്ന് മ്യാൻമറിലേക്ക് പിൻവാങ്ങിയതായി കരുതപ്പെടുന്നു. അപ്പോഴാണ് മ്യാൻമറിലേക്ക് ഇന്ത്യയുടെ ഡ്രോണുകൾ ആകാശമാർഗം പറന്നു വന്ന് ഇവന്മാരുടെ ക്യാമ്പുകൾ സമ്പൂർണ്ണമായി തച്ച് തകർക്കുന്ന കാഴ്ച ഇവർ തന്നെ കണ്ടുകൊണ്ട് കണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.